നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മുസ്ലിമായി ജനിച്ചെങ്കിലും മതവിശ്വാസിയില്ലാത്തവർക്ക് ശരീഅത്ത് നിയമങ്ങൾ ബാധകമാകരുതെന്ന ഹർജിയിൽ വീണ്ടും കേന്ദ്രത്തിന്റെ മറുപടി തേടി സുപ്രീം കോടതി. ആലപ്പുഴ പനമ്പള്ളി സ്വദേശിനി PM സഫിയ നൽകിയ ഹർജിയിൽ 4 ആഴ്ചക്കകം മറുപടി നൽകാനാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടത്. മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ശരീഅത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കൗതുകമുള്ള വിഷയമാണെന്നും കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഏക മകൾക്ക് തന്റെ മുഴുവൻ സ്വത്തും നൽകണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ശരീഅത്ത് നിയമപ്രകാരം മുഴുവനും നൽകാനാകില്ല. അതിനാൽ പിന്തുടർച്ചാ നിയമം ബാധകമാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും തുഷാർ മേത്ത പറഞ്ഞു. അതേസമയം ഒരു മതത്തിലെ അവിശ്വാസികൾക്ക് ഇത് അനുവദിച്ചാൽ മറ്റെല്ലാ സമുദായത്തിനും അത് ബാധകമാകുമെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൽ മതം മാറിയവർക്ക് പിന്തുടർച്ചാവകാശം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിൽപത്രം എഴുതിവെച്ചുകൊണ്ട് സ്വത്ത് കൈമാറുന്നതിന് തടസ്സമില്ലെന്നും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഹർജിയിൽ മറുപടി നൽകാൻ 4 ആഴ്ച അനുവദിച്ചുകൊണ്ട് കേസ് മെയ് 5-ലേക്ക് മാറ്റി. ഇതിനു മുമ്പ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരുന്നത്. വിശ്വാസിയാണോ അല്ലയോ എന്ന് നോക്കിയല്ല വ്യക്തി നിയമം ബാധകമാകുമെന്ന് സുപ്രീം കോടതി ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വ്യക്തി നിയമം ഒരാൾക്ക് ബാധകമാകാനാകില്ല എന്ന് ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരം എങ്ങനെ സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാനാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. ശരീഅത്തിന് കീഴിൽ വരുന്നവർക്ക് ഇന്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമം ബാധകമല്ലെന്നും ഇതിന്റെ 58-ാം വകുപ്പിൽ പറയുന്നുണ്ട്. ശരീഅത്ത് നിയമപ്രകാരം ആകെ സ്വത്തിന്റെ 3/1 മാത്രമേ മകൾക്ക് ഇഷ്ടദാനമായി നൽകാൻ പിതാവിന് സാധിക്കുകയുള്ളൂ. 3/2 ഭാഗം ഹർജിക്കാരുടെ സഹോദരനാണ് ലഭിക്കുക. മാത്രവുമല്ല, ശരീഅത്ത് നിയമപ്രകാരം ഹർജിക്കാരുടെ കാലശേഷം സ്വത്ത് പൂർണ്ണമായും മകൾക്ക് ലഭിക്കില്ല. അതിൽ സഹോദരങ്ങൾക്കും അവകാശങ്ങളുണ്ടാകും.